കൂട്ടുകാരെ, എന്താണ് സുഖമല്ലേ? സുഖമല്ലെങ്കിൽ സുഖമായിട്ടിരിക്കുക. അപ്പോൾ ഈ ഹൈപ്പർ മാർക്കറ്റിൽ വരുമ്പോൾ എനിക്ക് എന്നും മനസ്സിൽ ഓരോ കാര്യം കടന്നു. ഇന്നത് പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ വരുത്തരടിയിൽ നിന്ന് എല്ലാ സ്ഥലത്തും ഇതോട്ട് വീക്കെൻഡിൽ ഓഫർ ഇടും. ദുബായ് മാത്രമല്ലെന്ന് തോന്നുന്നു. അപ്പോൾ ഈ വെള്ളി, ശനി, ഞായർ ഇവിടെ ഇങ്ങനെ ഓഫറുണ്ട്. ഹലോണ്ട്, നാഷുണ്ട്, ദീപാവലിയുടെ ഓഫർ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പം പ്രത്യേകിച്ചൊന്നും എക്സ്പയറി ഡേറ്റ് കഴിയാറാവുന്നതും അല്ലെങ്കിൽ ചീഞ്ഞിടപാടായ സാധനം അല്ലെങ്കിൽ അടിങ്ങി ഒതുങ്ങിയിരിക്കുന്ന എങ്ങനെ തീർക്കണം. ഇതുകൊണ്ട് ഇവരുടെ ഉദ്ദേശം എന്തായാലും സാധാരണക്കാർക്ക് വലിയ യൂസ്ഫുള്ളാണ്. എത്രയും കടിച്ചു പിടിച്ച് ജീവിക്കാൻ വന്നിട്ട് പോലും ഇവിടെ ഓരോ ദിവസം കഴിയുമ്പോൾ വില കൂടി വരും. കാരണം അതനുസരിച്ച് ആളുകൾ വന്ന് അടിയോ. അത് മാക്സിമം ഉപയോഗപ്പെടുത്തുന്ന ഒരു സൈഡിൽ പിഴിഞ്ഞ് ജീവിക്കുന്ന മറുഭാഗത്ത് അങ്ങനെ കുറച്ച് പേര്. ഇതൊക്കെ ഓരോരുത്തർ ചോദിക്കും പുറം ലോകത്ത് നല്ല ക്വാളിറ്റിയാണ് അങ്ങനെയൊക്കെ. ഒന്നുമില്ല, ഇത്രയും ലോങ് വരുന്നത്. അപ്പോൾ അതനുസരിച്ച് മരുന്ന് മേടിച്ച് ഹോർമോൺ കുത്തി ചിക്കനൊക്കെ കഴിക്കുമ്പോൾ ആളുകൾ നല്ല പുഷ്ടിയോടെ നല്ല വിജിലമ്പിച്ചിരിക്കും നാട്ടിൽ വരുമ്പോൾ. ഇതേ സമയം നാട്ടിലാണെങ്കിലോ സെക്കൻഡ് ക്വാളിറ്റി ആയിരിക്കും ഇപ്പോൾ എത്തുക. അപ്പോൾ എന്താണ്, വിലയും കൂട്ടും. ആ സീസൺ ആയിരിക്കത്തില്ല ആ സമയത്ത്. എന്നാൽ മരുന്ന് അടിക്കുമെങ്കിലും അധികമില്ല. അതുകൊണ്ടാണ് ഈച്ചയൊക്കെ പറ്റിയിരിക്കുന്നത്. അപ്പോൾ ആളുകൾ കാണുമ്പോൾ എന്തോ പോലെ ആയിരിക്കും. പക്ഷെ എന്നാലും അത്ര ഭേദമാണ് ഇവിടെ വരുന്നതിലേക്കാടി. അപ്പോൾ മാക്സിമം അവിടെ ഉള്ളവർ റിട്ടയർ ആയെന്ന് പറഞ്ഞ് ഇരിക്കുമായിരിക്കും. എന്നാലും കൃഷിയൊക്കെ ചെയ്ത് ഒന്നൊരു ആരോഗ്യം കൂടി നോക്കാം. എല്ലാവർക്കും സമയം പോക്കാവും. അവനവൻ്റെ പറമ്പിൽ അവനവൻ തന്നെ അധ്വാനിച്ച് അതിൽ നിന്ന് കിട്ടുന്ന ഫലം കഴിക്കുമ്പോൾ അതൊക്കെ എന്തൊരു സന്തോഷമാണെന്നറിയാം.